ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മകളായ ഹഫ്സയോട് ചോദിച്ചു, പറയൂ മോളെ, സ്ത്രീക്ക് ഭർത്താവിന്റെ അഭാവത്തിൽ എത്ര കാലം ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കും? ഹഫ്സ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, താങ്കളെ പോലെയുള്ളവർ എന്നെ പോലെയുള്ളവരോട് അഥവാ പിതാവ് പുത്രിയോട് ഇത്തരം ചോദ്യം ഉന്നയിക്കുകയോ? അതേ മോളെ, മുസ്ലിങ്ങളുടെ ക്ഷേമത്തിൽ തൽപരനായതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതൊന്നും ചോദിക്കുമായിരുന്നില്ല ഞാൻ. ഹഫ്സ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, 5-6 മാസങ്ങളൊക്കെ ക്ഷമിക്കാം. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു പട്ടാളക്കാർക്ക് സേവന സമയം നിശ്ചയിച്ചു. 6 മാസത്തിലേറെ വീട് വിട്ടു നിൽക്കാൻ പാടില്ല. പട്ടാള ക്യാമ്പിലുള്ള സർവീസ് 6 മാസം മാത്രം. 4 മാസം പട്ടാളക്കാർക്ക് അവധി. അവർ കുടുംബത്തോടൊപ്പം കഴിയണം. ഓരോ മാസം വീതം നാട്ടിലെത്താനും തിരിച്ചു പോകാനുമുള്ള യാത്രക്കു വേണ്ടിയും. ചരിത്രത്തിൽ ആദ്യമായി കുടുംബിനികളുടെ മനസ്സറിഞ്ഞ് ഒരു ഭരണാധികാരി നടപ്പാക്കിയ നിയമത്തിന്റെ വർത്തമാനകാല പ്രസക്തി ഓർത്തുനോക്കൂ. മനുഷ്യനിലും ജന്തുജാലങ്ങളിലുമൊക്കെയുള്ള ഒരു സഹജവാസനമാണ് ലൈംഗികത. അത് നിർവഹിക്കാനും വികാരാസക്തി ശമിപ്പിക്കാനുമായി അള്ളാഹു പ്രകൃതിയാ തന്നെ ലൈംഗികാഭിനിവേശം സൃഷ്ടിക്കുകയും രതിക്രീഡയ്ക്കുള്ള വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രകൃതിദത്ത വികാരശമനോപാധിയായി ലൈംഗിക ബന്ധത്തെ പലരും കാണാറില്ല. എല്ലാ സമൂഹങ്ങളിലും ചില നിയമങ്ങളും സമ്പ്രദായങ്ങളും ഈ രംഗത്ത് സ്വീകരിച്ചു വരാറുണ്ട്. മതസമൂഹങ്ങൾക്ക് അവരുടേതായ നിലപാടുണ്ട്. ചില മതനിരാസ പ്രസ്ഥാനങ്ങളിൽ വെള്ളം കൂടി ലൈംഗികത്വം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെയും ചില നടപ്പുശീലങ്ങൾ പിന്തുടരുന്നുണ്ട്. എല്ലാ മതിൽക്കെട്ടുകളും തകർക്കണമെന്ന് മുറവിളി കൂട്ടുന്ന യുക്തിവാദി സമൂഹങ്ങളിലും രതിക്ക് വിവാഹം തന്നെയാണ് സുതാര്യമായ വഴി. ഇസ്ലാം ലൈംഗികതയെ ഒരു വിശുദ്ധ ദൗത്യമായാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇണയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ അവൻ കരുണയും സ്നേഹവും സ്ഥാപിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വിധവകളെയും ദാസന്മാരിൽ നിന്നും ദാസികളിൽ നിന്നുമുള്ള പ്രകൃതി സുഹൃതരെയും നിങ്ങൾ വിവാഹം ചെയ്യുക. അവർ ദരിദ്രരാണെങ്കിൽ അല്ലാഹു അവന്റെ ഔദാര്യത്താൽ അവർക്ക് ഐശ്വര്യം നൽകും. അല്ലാഹു വിശാലമായി അനുഗ്രഹം നൽകുന്നവനും സമഗ്രജ്ഞനുമാണ് എന്നും വിശുദ്ധ ഖുർആൻ. തുടങ്ങിയ ഖുർആനിക വചനങ്ങൾ വിവാഹത്തിലൂടെ മനഃശാന്തിയും സ്നേഹകാരുണ്യങ്ങൾ പങ്കിടുന്ന വ്യക്തിബന്ധങ്ങളും സന്താനോൽപാദനവും സ്ത്രീ സംരക്ഷണവും വിധവാ സംരക്ഷണവുമെല്ലാമാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നു. ദരിദ്രരും ദുർബലരുമാണെങ്കിലും സദുദ്ദേശപൂർവമുള്ള വിവാഹം ദമ്പതികൾക്ക് അല്ലാഹുവിന്റെ ഔദാര്യം ലഭിക്കാൻ കാരണമാവുകയും ഐശ്വര്യത്തിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ പരിഗണിച്ച് സ്ത്രീയെ വേളി കഴിക്കാറുണ്ട്. അവളുടെ സമ്പത്ത്, തറവാട്, സൗന്ദര്യം, മതബോധം എന്നിവയാണ് അവ. മതബോധമുള്ളവരെ സ്വീകരിച്ച് വിജയിക്കുക. നിങ്ങൾ സ്ത്രീകളുടെ സൗന്ദര്യം മാത്രം പരിഗണിച്ച് വിവാഹം ചെയ്യരുത്, അതവരെ വഴിതെറ്റിച്ചേക്കും. സമ്പത്ത് പരിഗണിച്ച് വേളി കഴിക്കരുത്, അതവരെ അതിക്രമം ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കും. മതബോധം പരിഗണിച്ച് നിക്കാഹു ചെയ്യുക. മതബോധമുണ്ടെങ്കിൽ കറുത്ത അടിമ സ്ത്രീയും ഉത്തമയാണ്. ശിഷ്യന്മാർ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, തിരുദൂതരെ, ഏതു സ്ത്രീയാണ് നല്ലത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോക്കിയാൽ നിനക്ക് സന്തോഷമേകും, കൽപ്പിച്ചാൽ അനുസരിക്കും, ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് അവളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രവർത്തിക്കുകയില്ല, അങ്ങനെയുള്ള സ്ത്രീയെയാണ് വിവാഹം ചെയ്യേണ്ടത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ തഴച്ചു വളരുന്ന കളച്ചെടിയെ ഉപേക്ഷിക്കുക. ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് തഴച്ചു വളരുന്ന കളച്ചെടി? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചീത്ത സാഹചര്യത്തിൽ വളർന്ന സുന്ദരിയാണ് അത്. ജീവിതത്തിൽ വന്ന് അനുഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ തടയുന്ന ഒരു കവചമാണ് പത്നി. വിവാഹം ചെയ്തു കഴിഞ്ഞാൽ മതത്തിന്റെ 2 ഭാഗം അവർ സംരക്ഷിച്ചു. ബാക്കിയുള്ള 1 ശ്രദ്ധിക്കുക എന്ന നബിവചനം അതാണ് പഠിപ്പിക്കുന്നത്. ഈ മഹത്തായ ലക്ഷ്യം സഫലമാകാനാണ് ബാഹ്യ സൗന്ദര്യത്തിനും സമ്പത്തിനും തറവാടിനുമൊക്കെ കൽപ്പിക്കുന്നതിനേക്കാൾ സ്ഥാനം മതബോധത്തിന് കൽപ്പിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മതബോധം, കന്യകാത്വം, തറവാടിത്വം, സൗന്ദര്യം, അനുസരണം, സൽസ്വഭാവം, ഇണയെ സന്തോഷിപ്പിക്കുവാനുള്ള പക്വത തുടങ്ങിയ വിഷയങ്ങളാണ് ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കപ്പെടേണ്ടത് എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു. കൂടുതൽ പ്രസവശേഷിയും സ്നേഹവുമുള്ളവരെ വേളി കഴിക്കുക. നിങ്ങളുടെ ബീജത്തിന് ഏറ്റവും നല്ല നിക്ഷേപസ്ഥലം തിരഞ്ഞെടുക്കുക. കന്യകയെ വിവാഹം ചെയ്യുക. നിങ്ങൾക്ക് പരസ്പരം വിനോദിക്കാമല്ലോ എന്നൊക്കെ തിരുനബി പഠിപ്പിച്ചത് ദാമ്പത്യ ജീവിതത്തിന്റെ വിജയനിധാനമെന്ന നിലക്കാണ്.
നിങ്ങൾ ഭാര്യയുടെ കൂടെ ശയിക്കുന്നത് പുണ്യമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, തിരുദൂതരെ, ഒരാൾ തന്റെ വികാരപൂർത്തിക്ക് വേണ്ടി ഇണയെ സമീപിക്കുന്നത് പുണ്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, വികാരപൂർത്തിക്ക് ഇണയല്ലാത്ത മറ്റൊരാളുടെ അടുത്ത് ചെല്ലുന്നത് പാപമല്ലേ? എങ്കിൽ ഇണയെ മാത്രം സമീപിക്കുന്നതും പുണ്യം തന്നെയാണ്. ഇനി ആദ്യരാത്രി. പ്രഥമ രാത്രിയിൽ ദമ്പതികൾ പരസ്പരം പരിചയപ്പെടുകയാണ്. നന്മയുടെയും സ്നേഹത്തിന്റെയും തണലിൽ ഈ ദാമ്പത്യ ബന്ധം നിലനിൽക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ വേണം ബന്ധം ആരംഭിക്കാൻ. പത്നിയുടെ മൂർധാവിൽ കൈവച്ച് ദുആ ചെയ്യൽ സുന്നത്താണ്. നാഥ, ഞങ്ങൾ ഇരുവരുടെയും സഹവാസത്തിൽ നീ അനുഗ്രഹം നൽകണമേ എന്ന് തുടങ്ങിയ ദുആ സർവഗുണത്തിനും നല്ല ജീവിതത്തിനും സുഹൃത സന്താനലബ്ധിക്കും ഐരാരോഗ്യത്തിനുമെല്ലാം പ്രാർത്ഥിക്കുക. അനന്തരം പരസ്പരം അറിയാനും അടുക്കാനും ശ്രമിക്കുക. ഇരുവരും കുടുംബവിശേഷങ്ങൾ ചർച്ച ചെയ്ത് പരസ്പരം സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും ജീവിതനൗക തുഴയാൻ പ്രതിജ്ഞയെടുക്കുക. കേവല രതിയല്ല ലൈംഗികാനന്ദം നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. ലൈംഗിക വേഴ്ചയ്ക്ക് തിടുക്കം കൂട്ടാതെ പരസ്പരം തമാശയും വിനോദവുമായി ഇരുവർക്കും വൈകാരിക മൂർച്ച ഉണ്ടാകും വരെ ക്ഷമിക്കുക. രതിബന്ധങ്ങളിൽ രണ്ടാൾക്കും വികാര നിർവൃതി കൈവരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. സ്ത്രീക്ക് രതിമൂർച്ച അല്പം വൈകിയാണ് സംഭവിക്കുക. പുരുഷന് രതിമൂർച്ച വന്നു കഴിഞ്ഞാൽ ഉടൻ വിരമിക്കാതെ ഇണക്കുകൂടി രതിമൂർച്ച ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കണം എന്നാണ് പ്രവാചകാധ്യാപനം. രാത്രി സമയങ്ങളാണ് ലൈംഗിക ബന്ധത്തിന് ഉത്തമം. പത്നിയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അവൾക്ക് നൽകേണ്ട മഹർ പൂർണ്ണമായി നൽകണം. അങ്ങനെ നൽകിയിട്ടില്ല എങ്കിൽ ഭാര്യയെ അക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും പിന്നീട് നൽകാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുകയും വേണം. വേഴ്ചയ്ക്ക് മുമ്പ് രണ്ടുപേരും വുളൂ ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് സുന്നത്താണ്. സ്വഹാബികൾ ഇങ്ങനെയായിരുന്നു മതവിധു ആരംഭിച്ചിരുന്നത്. ഭാര്യയ്ക്ക് സ്നേഹവും സംതൃപ്തിയും ഉണ്ടാകാൻ ഭർത്താവ് പ്രത്യേകം പ്രാർത്ഥിക്കണം. ബിസ്മി ചൊല്ലിയ ശേഷം ബന്ധത്തിൽ ഉണ്ടായേക്കാവുന്ന സന്താനം നല്ല കുട്ടിയാവാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രതിലീലകൾ ആരംഭിക്കേണ്ടത്. മൃഗങ്ങൾ ഇണചേരും പോലെ നിങ്ങൾ ഇണചേരരുത്. രണ്ടാൾക്കുമിടയിൽ ഒരു ദൂതനെ അയക്കണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, ആരാണ് ഈ ദൂതൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചുംബനവും സംസാരവും. വേഴ്ചയ്ക്ക് മുമ്പ് അല്പസമയം ലീലകളിൽ ഏർപ്പെടണം എന്ന് സാരം. വേഴ്ചാ സമയത്ത് ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ ദൂരീകരിക്കണമേ. ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനത്തിൽ നിന്നും പിശാചിനെ ദൂരീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് വേഴ്ച നടത്തേണ്ടത്. ഈ പ്രാർത്ഥന ചൊല്ലിയ ശേഷം നടത്തുന്ന സംസർഗത്തിൽ ഉണ്ടാകുന്ന സന്താനം സ്വാലിഹായി തീരും. അവനെ പിശാച് സ്പർശിക്കുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ശുക്ലസ്ഖലന സന്ദർഭത്തിൽ ശുക്ലത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചനാഥ നിനക്ക് സ്തുതി എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കൽ സുന്നത്താണ്. ഖിബലക്ക് തിരിഞ്ഞുകൊണ്ടാവരുത് വേഴ്ച നടത്തുന്നത്. ശരീരം തുറന്നിടാതെ വസ്ത്രം കൊണ്ട് പുതച്ചിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചന്ദ്രമാസത്തിലെ പ്രഥമ രാത്രി, അവസാനത്തെയും മധ്യത്തിലെയും രാത്രികൾ എന്നിവയിൽ ബന്ധപ്പെടാതിരിക്കലാണ് ഉത്തമമെന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു. ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബികളിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആർത്തവ വേളയിലും പ്രസവരക്തം പുറപ്പെടുന്ന സന്ദർഭങ്ങളിലും ലൈംഗിക വേഴ്ച ഹറാമാണ്, കുറ്റകരമാണ്. ഈ സന്ദർഭത്തിൽ സഹശയനത്തിനോ സംസർഗമല്ലാത്ത മറ്റു ബന്ധങ്ങൾക്കോ വിരോധമില്ല. ആർത്തവകാരിയെ വീടിന് പുറത്തുള്ള തീണ്ടാരിപ്പുരയിൽ താമസിപ്പിക്കുകയായിരുന്നു ജാഹിലിയ സമ്പ്രദായം. ഇന്ത്യയിലും ഈ നീചവൃത്തിയുണ്ട്. ഇസ്ലാം ഇത് നിരോധിച്ചു. ഈ കാലയളവിൽ ലൈംഗിക ബന്ധമല്ലാത്ത എല്ലാം പതിവ് പോലെ നടക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മുട്ടുപൊക്കളിന് ഇടയ്ക്കുള്ള സ്ഥലം നിഷിദ്ധമാണ് എന്ന് മാത്രം. വിപത്തുകൾ ഇറങ്ങിയ ദിനങ്ങൾ, ഗ്രഹണ ദിനങ്ങൾ, യാത്ര കഴിഞ്ഞെത്തിയ പകലിനു ശേഷം വരുന്ന രാത്രി, യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രഭാതത്തിന്റെ മുമ്പുള്ള രാത്രി, നിശയുടെ അധ്യാമങ്ങൾ, സൂര്യോദയത്തിനും പ്രഭാതത്തിനും ഇടക്കുള്ള സമയം, അസ്തമയത്തിനും മേഘത്തിലെ ചുവപ്പ് മായുന്നതിനും ഇടക്കുള്ള സമയം, മധ്യാഹ്നം വാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള സമയം, നട്ടുച്ച കടുത്ത ചൂടുള്ള സമയം, തീക്കാറ്റടിക്കുന്ന സമയം എന്നിവ ലൈംഗിക വേഴ്ചയ്ക്ക് ഉത്തമമായ സമയമല്ല എന്നും ഈ സമയങ്ങളിൽ വേഴ്ച കറാഹത്താണ് എന്നും ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട്. ശാരീരിക ആരോഗ്യം പരിഗണിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഇവയത്രയും.